സ്ഥിരം തെറ്റിക്കുന്ന ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഹൈപ്പർഗ്ലൈസീമിയ. നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ടോപ്പിക് ആണെങ്കിലും ഈ വാക്കുകളുടെയൊക്കെ ഒരു സാമ്യം കാരണം കൺഫ്യൂഷനായിട്ട് തെറ്റിക്കുന്ന ടോപ്പിക്കുകളാണിത്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ബ്ലഡ് ഷുഗർ ലെവൽ കുറയുന്ന ഒരു സ്ഥിതിയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ചോദിച്ചെന്നിരിക്കട്ടെ എക്സാമിൽ. അതായത് ഡയബറ്റിക് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പേഷ്യൻറ്റ് വേർക്കുന്നു അല്ലെങ്കിൽ വിളറുന്നു, അങ്ങനെ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്നിരിക്കട്ടെ. ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾ എടുക്കുന്ന ഒരു പ്രയോറിറ്റി ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ മുമ്പിൽ പല ഓപ്ഷൻസ് തരും. ഈ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇൻസുലിൻ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കണ്ടീഷൻ കൂടുതൽ വേഴ്സൺ ആവാനേ അത് സഹായിക്കത്തുള്ളൂ. ഇപ്പോൾ കീറ്റോൺ ടെസ്റ്റ് നടത്തിയിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കൊടുത്തിട്ടോ പ്രത്യേകിച്ച് ഫലം ഉണ്ടാകത്തില്ല, കാരണം അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡേഞ്ചറിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പ്രയോറിറ്റി ആക്ഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫാസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയിൽ നിന്ന് ഹൈപ്പോഗ്ലൈസീമിയ ആണ് പേഷ്യൻ്റ് നേരിടുന്ന സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പ്രയോറിറ്റി ആക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് എന്താണെന്നും ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നത് എന്താണെന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.